കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നതെല്ലാം നല്ല ഓഹരിയാണ്. തൻ്റെ മക്കൾക്ക് വേണ്ടി മോശമായതൊന്നും കർത്താവ് നൽകാറില്ല. അവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ലത് തന്നെ ദൈവം അവർക്ക് നൽകുന്നു. ഈ ലോകത്ത് ഭൗതികമായ ഏത് നേട്ടങ്ങളെക്കാട്ടിലും വിലപ്പെട്ടതാണ് കർത്താവ് പറഞ്ഞ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അത് ഈ ഭൂമിയിൽ ആർക്കും ഒരിടത്തുനിന്നും ലഭിക്കുവാൻ സാധ്യതയില്ല. എന്നാൽ ഏറ്റവും നല്ലത് തന്നെ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ്. പക്ഷേ ചിലർക്കൊക്കെ ദൈവം നൽകുന്ന ചെറുതായാലും വലുതായാലും നന്മയോട് പലപ്പോഴൊക്കെ പുച്ഛം തോന്നാറുണ്ട്. ദൈവം കൊടുത്തതിൽ എന്തോ കുറവ് പറ്റിയതുപോലെയൊക്കെ അവർക്ക് തോന്നാറുണ്ട്. എന്നാൽ ദൈവം അവർക്ക് ആവശ്യമായത് നൽകി, പക്ഷെ അവര് ഉദ്ദേശിച്ച രീതിയിലല്ല എന്ന് മാത്രം. അവിടെയാണ് പറ്റിയത്. ദൈവം പറയുന്നത്, നീ ആഗ്രഹിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ഞാൻ നിന്നെ സഹായിക്കും. ഇപ്പം നമ്മൾ നനച്ചതും ആഗ്രഹിച്ചതുമല്ല ദൈവം നമുക്ക് തരുന്നത്, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായത് തന്നെയാണെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ സ്നേഹിച്ചു. അപ്പോൾ ഏറ്റവും നല്ലത് സ്വർഗീയമായത് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയും കാക്ഷിക്കുകയും ചെയ്യണമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നല്ലത് മാത്രം നമുക്ക് വേണ്ടി നൽകി തരുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ഇതുവരെ നൽകി തന്ന ദൈവം അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? തൻ്റെ പുത്രനെ നൽകി തന്ന ദൈവം അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? തീർച്ചയായും ദൈവം നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒരു വേദഭാഗം കൂടി നമുക്ക് വായിച്ച് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. 91-ാം സങ്കീർത്തനം എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. അതിൽ നിന്ന് വലിയ ആത്മീയ ആശയങ്ങളൊന്നും നമുക്ക് ചിന്തിക്കാതെ തന്നെ അതിൽ കൂടി ദൈവന്യായമായി നമുക്ക് നൽകിത്തരുന്ന അനുഗ്രഹങ്ങളും സംരക്ഷണങ്ങളും വിടുതലുകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ലഭിക്കുവാൻ ഏക കാരണം 1-ാം വാക്യമാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുക എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ താഴോട്ടുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതൊരു വ്യക്തിക്കും ആഗ്രഹിക്കുന്നതിനും നനയ്ക്കുന്നതിലും അത്യന്തപരമായിട്ടാണ് ദൈവം അവരെ പരിപാലിക്കുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ മറവിലും നിഴലിലും പാർക്കുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ്. നമുക്കറിയാം, ആദം ഹവ്വ ദമ്പതിമാർ ആ ദൈവ സാന്നിധ്യത്തിൽ വസിച്ചിരുന്നവരാണ്. പക്ഷേ അവരെ ആ അത്യുന്നതന്റെ മറവിൽ നിന്നും സർവശക്തന്റെ നിഴലിൻ കീഴിൽ നിന്നും ശത്രു അവരെ മാറ്റിക്കളയുവാനിടയായി തീർന്നു. ഇപ്പോഴവരായിരിക്കുന്നത് ഒരു വൃക്ഷത്തിന്റെ മറവിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ കാണുവാൻ കഴിയാതെ, ദൈവത്തിന് അവരെ കാണുവാൻ കഴിയാതെ അവർ മറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നുള്ളതായ കാര്യം അവർ തിരിച്ചറിയുന്നില്ല. തീർച്ചയായും സ്വർഗത്തിലെ ദൈവം അവരുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകൾ മൂലം അവർക്കനുഭവിക്കേണ്ടി വന്നതായ കഷ്ടങ്ങളും നഷ്ടങ്ങളും കാലമിത്ര കഴിഞ്ഞിട്ടും ഈ ഭൂമിയും ഈ ഭൂമിയിലുള്ളതും അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം മറന്നുപോരാ. അപ്പോൾ ദൈവത്തിൻ്റെ മറവിൽ നിന്നും അത്യുന്നതന്റെ നിഴലിൻ കീഴിൽ മാറി പാർക്കുവാനിടയായി തീരുന്നത് മൂലം വ്യക്തിപരമായും കുടുംബമായും നാം ആയിരിക്കുന്ന ഭൂമി പോലും ശപിക്കപ്പെടുന്ന നിലയിലേക്ക്
പോകുവാനിടയായിത്തീരുന്നെങ്കിൽ എന്തിന് നമുക്ക് ആ വഴി തിരഞ്ഞെടുക്കണം? ദൈവം നമ്മളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ വാക്ക് ഓ എങ്കിൽ ഓ എന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നുമാണ്. ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനുള്ളതായ നമ്മുടെ താല്പര്യമില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതായ വാക്യങ്ങളും വചനങ്ങളും ഒന്നും വിടുതലായി ഭവിക്കാത്തത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അത്യുന്നതന്റെ മറവിലേക്ക് നമുക്ക് അടുത്തു വരാം. സർവശക്തന്റെ നിഴലിൻ കീഴിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ ഇടയായിത്തീരുന്നെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആദം ഔവ്വ ദമ്പതിമാർക്ക് ദൈവമക്കൾ എന്നുള്ളതായ പദവിയാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോകാൻ നിൽക്കുന്നവിടെയായിട്ട്. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം അവരെ കൈവിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതായ ആ ദൈവിക പദവിയും അനുഗ്രഹങ്ങളും അവർക്ക് വീണ്ടെടുക്കുവാൻ ദൈവം ഒരു അവസരം നൽകിയതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടിയുള്ളതായ ആ വഴിയിൽ കൂടി. ആകയാൽ ഇന്ന് രാത്രിയിൽ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ നിന്നും സർവശക്തനായ ദൈവത്തിന്റെ നിഴലിൻ കീഴിൽ നിന്നും മാറി ജീവിക്കുന്നവർക്ക് ഒരിക്കലും ദൈവം അവരുടെ ദൈവമാണെന്ന് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിൽ നിന്നവർ അകർന്നു പോയിരിക്കുന്നു, അവർ പാപം ചെയ്തിരിക്കുന്നു, ദൈവത്തെ അവർ തള്ളിക്കളയുന്നു, ദൈവത്തിന്റെ ആലോചനയെ നിരസിക്കുന്നു. ഇവിടെ പറയുകയാണ്, യഹോവയെ കുറിച്ച് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ആ വ്യക്തിക്ക് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ, ദൈവം എൻ്റെ ദൈവമാകുന്നു, അവനെ ഞാൻ ആശ്രയിക്കുന്നു, അവൻ എൻ്റെ സങ്കേതവും കോട്ടയുമാണ്. അപ്പൊ ദൈവത്തിന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിലും പാർക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ദൈവികമായ അനുഗ്രഹങ്ങളും വിടുതലുകളും ലഭിക്കുവാൻ സാധ്യതയുള്ളൂ എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. ദൈവത്തെ അവർ അറിഞ്ഞിട്ടും അവനെ നന്ദിയോടെ സ്തുതിക്കുകയോ ആരാധിക്കുകയോ മഹത്വപ്പെടുത്തുകയോ ചെയ്യാതെ അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ അവർ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവർ അത്യുന്നതനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, മൃഗം, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി. ദൈവത്തിന്റെ മറവിൽ നിന്നും നിഴലിൻ കീഴിൽ നിന്നും അവർ മാറിപ്പോയി. അതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു, അശുദ്ധിയിൽ ഏൽപ്പിച്ചു, അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു, ദുഷ്കാമത്തിനെ ഏൽപ്പിച്ചു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നത് എന്നും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്, വിടുതലാണ്. അതായിട്ടുള്ളതായ വാക്യങ്ങളെല്ലാം നമുക്ക് കാണാപ്പാടം അറിയാവുന്ന വാക്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മളെ അശുദ്ധിയിൽ ഏൽപ്പിക്കും, അപമാനരാഗങ്ങളിൽ ഏൽപ്പിക്കും, ദുഷ്കാമത്തിനേൽപ്പിക്കും, നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിക്കും. അതുകൊണ്ട് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്ത് യഹോവയെ കുറിച്ച് അവൻ എൻ്റെ ദൈവമെന്നും ഞാൻ ആശ്രയിക്കുന്ന സങ്കേതവും കോട്ടയും ദൈവവും എന്നും പറയുവാൻ തക്കവണ്ണമുള്ള ഒരു നല്ല ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനിടയായി തീരണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്നെങ്കിൽ, ദൈവവുമായി ബന്ധമില്ലാതെ, ദൈവവചനത്തോട് യാതൊരു രീതിയിലുള്ളതായ നീതിയും പുലർത്താതെ, അതിനെ ബഹുമാനിക്കാതെ, ദൈവദാസന്മാരെ ബഹുമാനിക്കാതെ, ദൈവസഭയെ ബഹുമാനിക്കാതെ, സഹവിശ്വാസികളെ മാനിക്കാതെ, ബഹുമാനിക്കാതെ, നേതൃത്വത്തെ മാനിക്കാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ഒരനുഭവത്തിൽ കൂടി ജീവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുവാൻ തക്കവണ്ണം അത്യുന്നതന്റെ മറവിലേക്കും സർവശക്തന്റെ നിഴലിൻ കീഴിലേക്കും അടുത്തു വരുവാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അതല്ല എങ്കിൽ അത്ര ശുഭകരമായിരിക്കുകയില്ല തുടർന്നുള്ളതായ ഭാവി കാലങ്ങളിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതായ സൂചനകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റോമാലേഖനം 1-ാം അധ്യായം മുതൽ അതിൻ്റെ വാക്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്താൽ ദീർഘായുസ് കൊണ്ട് നിനക്കവൻ തൃപ്തി വരുത്തും. ആ ദൈവത്തിന്റെ രക്ഷയെ ദൈവം നിനക്ക് കാണിച്ചു തരും. അപ്പൊ ദീർഘായുസ്സോടിരിപ്പാൻ, ദൈവത്തിന്റെ രക്ഷയെ കാണുവാൻ, അവൻ എൻ്റെ ദൈവമെന്നും
എൻ്റെ കോട്ടയെന്നും എൻ്റെ സങ്കേതമെന്നും പറയുവാൻ തക്കവണ്ണമുള്ള വിടുതൽ നൽകുവാൻ ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരും. കർത്താവ് പറയും, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് അടുത്തു വരിക, എങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. ഇപ്പൊ ദൈവം നമ്മളെ അവങ്കിലേക്ക് ക്ഷണിക്കുകയാണ്. തീർച്ചയായും ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ സ്വർഗത്തിൽ നിന്നും ദൈവമനുഷ്യപുത്രന്മാരെ നോക്കുന്നെങ്കിൽ രാത്രിയിൽ നമുക്ക് ആ ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് അടുത്ത് വരുവാനിടയായി തീരുന്നെങ്കിൽ ജീവിതത്തിൽ അത് വലിയ വിടുതലായി തീരും, അത് അനുഗ്രഹമായി തീരും. യാതൊരു സംശയവുമില്ല. ആ ദൈവം നിന്നെ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. ദൈവത്തിന്റെ രക്ഷയെ നിനക്ക് അവൻ കാണിച്ചു തരും. ദൈവിക രക്ഷയുടെ സന്തോഷത്തിന്റെ, അതിൻ്റെ പരിപൂർണതയുടെ ഏറ്റവും ഉത്തുംഗ ശൃംഖത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ നിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും മാനിക്കുന്നതും അവൻ്റെ മറവിൽ വസിക്കുന്നതും നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നതും ജീവിതത്തിൽ ഏതൊരു വ്യക്തിക്കും അത് അനുഗ്രഹമാണ്, വിടുതലാണ്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ദൈവത്തെ ആവശ്യമാണ്. എല്ലാവരുടെയും ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ ആർക്കും ഏതൊരു ജാതിക്കും മതത്തിനും പ്രത്യേകിച്ചൊരു ദൈവമില്ല. അഖിലാണ്ടത്തെ പടച്ചവനായ സർവശക്തനായ ദൈവത്തിന്റെ മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുക. അവൻ എൻ്റെ ദൈവമെന്നും സങ്കേതമെന്നും കോട്ടയെന്നും ഉച്ചത്തിൽ ആത്മാർത്ഥമായി പറയുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ആ ദൈവികമായ വിടുതലുകൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. അത്യുന്നതനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, രാത്രിയിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വരികയാണ്. പലപ്പോഴും ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർ ആ നിലയിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിട്ടുണ്ട്. ദൈവം അവർക്ക് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നൽകണം. ദീർഘായുസ് കൊണ്ട് ദൈവം അവർക്ക് തൃപ്തി വരുത്തണം. ആ ദൈവിക രക്ഷയുടെ സന്തോഷം അവരെ ഉടുപ്പിക്കുമാറാകും. കരങ്ങളിൽ സമർപ്പിക്കുന്നു. നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാറ്റിനും അവിടത്തേക്ക് മാനവും മഹത്വവും അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും കാണും വരെ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.